ഇന്ന് മെയ് 1-ാം തീയതിയാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ 1-ാം തീയതിയും ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ നടക്കാനിരിക്കുന്ന മാറ്റത്തിൽ സാധാരണക്കാരന്റെ പേഴ്സിനെ ബാധിക്കുന്ന മാറ്റങ്ങളാണെന്ന് അറിയുമ്പോൾ നമുക്ക് ചെറിയൊരു അറ്റാക്ക് വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ. മെയ് മാസത്തിന്റെ തുടക്കത്തിൽ രാജ്യത്തെ സാധാരണക്കാരുടെ പോക്കറ്റിനെ ബാധിക്കുന്ന നിരവധി സാമ്പത്തിക മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ATM ഇടപാടുകൾ മുതൽ പാചകവാതക വില വരെ ഇതിൽ ഉൾപ്പെടുന്നു. 2026 മെയ് 1 മുതൽ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാൽ വില കൂടുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. എന്തായാലും LPG സിലിണ്ടറുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിന്നും തുടങ്ങാം. LPG സിലിണ്ടറുകളുടെ വിലയിലും ബുക്കിംഗ് നിയമത്തിലും മെയ് 1 മുതൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. രാജ്യത്തെ 3 പ്രമുഖ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ കരിഞ്ചന്ത തടയുന്നതിനും സബ്സിഡി ഗ്യാസ് നിയമവിരുദ്ധമായി വിറ്റൊഴിക്കൽ തടയുന്നതിനുമായി പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. LPG ബുക്കിംഗിൽ മാറ്റം. LPG ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. വിതരണവും ആവശ്യകതയും നിയന്ത്രിക്കുന്നതിനായി നിരവധി നടപടികൾ മന്ത്രാലയം ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു. നഗരപ്രദേശങ്ങളിൽ ബുക്കിംഗ് ഇടവേള 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമാക്കി. ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. ഈ കാലയളവിന് മുമ്പ് നടന്ന യാതൊരു ബുക്കിങ്ങിനും യാന്ത്രികമായി തടയാനാണ് തീരുമാനം. OTP നൽകാതെ സിലിണ്ടർ കിട്ടില്ല. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മെയ് 1 മുതൽ LPG സിലിണ്ടർ ലഭിക്കണമെങ്കിൽ OTP നൽകേണ്ടതായിട്ട് വരും. ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് നിർബന്ധമാക്കും. ഫിസിക്കൽ ബ്ലൂ ബുക്ക് അല്ലെങ്കിൽ രസീത് കാണിച്ച് LPG സിലിണ്ടർ ലഭിക്കുന്ന സംവിധാനം നിർത്തും. റീഫിൽ ബുക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP എത്തും. ഗ്യാസ് സിലിണ്ടർ കരിഞ്ചന്ത വിൽപ്പന തടയുന്നതിനാണ് ഈ നടപടി. ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് അടിസ്ഥാനമാക്കി വിതരണം നടക്കും. ഇതിനോടകം തന്നെ ഏകദേശം 94.5% വിതരണം ഈ രീതിയിലാണെന്ന് സർക്കാർ പറയുന്നു. LPG വിലയിൽ മാറ്റമുണ്ടാകുമോ? US, ഇറാൻ, ഇസ്രായേൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ 14.2 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറുകളുടെ വില 60 രൂപ വർദ്ധിപ്പിച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ 250 രൂപയോളം വർധനയുണ്ടായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3 തവണയാണ് LPG സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടായത്. അതുകൊണ്ട് തന്നെ മെയ് 1 മുതൽ വില വീണ്ടും മാറിയേക്കാമെന്നാണ് പ്രതീക്ഷ. ഇനി LPG വിതരണത്തിൽ തടസ്സമുണ്ടോ? നിലവിൽ രാജ്യത്തെ LPG പ്രതിസന്ധി ഇല്ലെന്നാണ് സർക്കാർ പറയുന്നത്. പ്രതിദിനം ഏകദേശം 80,000 ടൺ LPG ആവശ്യമാണ്. ആഭ്യന്തര ഉൽപാദനം ഏകദേശം 46,000 ടണ്ണാണ്. എന്നാൽ ആവശ്യമായ അളവിൽ LPG ലഭ്യമാക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. രാജ്യം ഇന്ധന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നില്ലെന്ന ഉറപ്പും സർക്കാർ നൽകുന്നു. നിലവിൽ ആശങ്കകൾക്ക് സാഹചര്യമില്ല. ബുക്ക് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവർക്കും LPG വിതരണം ചെയ്യും. സംസ്ഥാനത്ത് പാൽ വില കൂടും. പാലിന്റെ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ലിറ്ററിന് 4 രൂപ മുതൽ 6 രൂപ വരെ വർദ്ധിക്കാനാണ് തീരുമാനം. വില വർദ്ധിക്കാൻ മിൽമ സർക്കാരിനോട് അനുമതി തേടിയിരുന്നു. 4 രൂപ മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ശുപാർശ. ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് അന്തിമ തീരുമാനമെടുത്തത്. ഈ വില വർധനവ് സാധാരണക്കാരെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. ഇനി ATM ഇടപാടുകളിലും ചാർജുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ബാങ്കുകളിൽ ATM സേവാ നിരക്കുകളിൽ പരിഷ്കാരം വരുന്നു. ഫ്രീ ലിമിറ്റ് കർശനമായി പാലിക്കും. UPI വഴി ATM ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതിനും നിയന്ത്രണമുണ്ടാകും. ഇത് സൗജന്യ ഇടപാടുകളുടെ പരിധിയിൽ ഉൾപ്പെടും. സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും നിശ്ചിത തുകയും GSTയും ഈടാക്കും. UPI ഇടപാടുകളിലും പുതിയ നിബന്ധനകൾ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി NPCI പുതിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു. ഒരു ദിവസം നടത്താവുന്ന ബാലൻസ് പരിശോധനയ്ക്ക് പരിധി വരാം. കൂടുതൽ കർശനമായ വെരിഫിക്കേഷൻ സംവിധാനം വരും. നിഷ്ക്രിയ അക്കൗണ്ടുകൾ ഒഴിവാക്കും. ഇനി ക്രെഡിറ്റ് കാർഡ് നിയമങ്ങൾ നോക്കാം. വാടക പേയ്മെന്റുകൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ചാർജ് വർദ്ധിപ്പിക്കാം. റിവാർഡ് പോയിന്റുകളുടെ മൂല്യം കുറയ്ക്കാനും സാധ്യതയുണ്ട്. KYC അപ്ഡേഷനാണ്. KYC പൂർത്തിയാക്കാത്തവർക്ക് സേവന തടസ്സങ്ങൾ ഉണ്ടാകും. ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണം. പുതിയ നിയമങ്ങൾ പ്രകാരം നിയന്ത്രണം കർശനമാക്കും. പ്രായപരിശോധന നിർബന്ധമാക്കും. 28% GSTയും തുടരും. ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബാങ്ക് അറിയിപ്പുകൾ പരിശോധിക്കുക. UPI ഇടപാടുകൾ സുരക്ഷ പാലിക്കുക. OTP ആരുമായും പങ്കുവയ്ക്കരുത്. LPG ബുക്കിംഗ് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഇങ്ങനെ നിരവധി മാറ്റങ്ങൾ ഇനി അടുത്ത മാസം മുതൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്താം. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.